ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് LNG ടെർമിനലിൽ നിന്നുള്ള വാതക വിതരണം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ വ്യവസായ സ്ഥാപനമായ ഫാക്ടിനാണ് LNG നൽകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഖത്തറിൽ നിന്ന് 10,000 ടൺ ദ്രവീകൃത വാതകവുമായുള്ള ആദ്യ കപ്പൽ എത്തിയിരുന്നു. ഖരരൂപത്തിലുള്ള വാതകം ടെർമിനലിലെ കൂറ്റൻ ടാങ്കറുകളിലേക്കും അവിടെ നിന്ന് വാതകമാക്കിയതിനു ശേഷം ഡെസ്പാച്ച് ടെർമിനലിലേക്കും സംഭരിക്കുകയായിരുന്നു. ഈ വാതകമാണ് പുതുവൈപ്പിനിൽ നിന്ന് പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഫാക്ടിലേക്ക് എത്തിച്ചത്. ഗെയിലിനായിരുന്നു പൈപ്പിടുന്നതിന്റെ ചുമതല. ആദ്യഘട്ടത്തിൽ 60 ദിവസത്തേക്കാണ് ഫാക്ട് വാതകം വാങ്ങുക. ഒരു യൂണിറ്റിന് $19.5 ഇതിനായി ഇവർ നൽകേണ്ടി വരുന്നത്. നിലവിൽ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടിന് LNGയിലേക്ക് പെട്ടെന്നുള്ള മാറ്റം സാധ്യമാകില്ല. വാതകം സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം നിയന്ത്രിക്കുക, ട്രയൽ റണ്ണിംഗ് എന്നീ പ്രവർത്തനങ്ങൾ ഇതിനായി നടത്തേണ്ടതുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. LNG ഉപയോഗിച്ച് ഫാക്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായും നടക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കാലതാമസം ഉണ്ടാകും. ഇത് സാധ്യമായാൽ LNG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്രമുഖ വ്യവസായ സ്ഥാപനമാകും ഫാക്ട്. മീഡിയ 1 കൊച്ചി.